എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 9 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ടു. വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ശേമും യാഫെത്തും ഒരു വസ്ത്രമെടുത്തു, ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ട് ഉണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. നോഹയുടെ ജീവിതത്തിലെ ഒരു ട്രാജിക് ഇവന്റാണ്, ഒരു മോശമായ സംഭവമാണ് നടന്നത്. ലഹരി പിടിച്ച് വസ്ത്രം നീങ്ങിക്കിടന്നു. എന്നാൽ അതിലും മോശമായ ഒരു കാര്യം അതിനോട് ചേർന്ന് സംഭവിച്ചു എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ അവിടെ നടന്നത്? അവിടെ നടന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വിവരണം മോശെ നൽകുന്നില്ല. എന്നാൽ ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ നോഹ പറഞ്ഞ വാക്കുകളും പിന്നീട് കനാന് കൊടുത്ത ശാപവുമൊക്കെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് മോശമായ ഒരു കാര്യമാണ്, മ്ലേച്ഛമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. നമുക്ക് ആ വചനഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ ഒന്ന് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാം. 22-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്ന ഇങ്ങനെയാണ്: കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ടുവെന്നാണ്. അവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഹാം എന്നത് കനാന്റെ പിതാവാണ് എന്ന് ആദ്യമേ പറഞ്ഞു. ഇവിടെയും പറയുകയാണ് കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ടു എന്ന് പറയുകയാണ്. ഈ കനാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ നടന്ന സംഭവങ്ങളുമായി, അവിടെ നടന്ന മോശമായ സംഭവവുമായി ഒരു ബന്ധമുണ്ട് എന്നതിന്റെ സൂചനയാണത്. കനാൻ എന്ന വ്യക്തിയിൽ നിന്നാണ് കനാന്യരുണ്ടായത്. ഈ കനാന്യരെന്ന് പറയുന്ന ജനസമൂഹത്തിന്റെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ ഒരു സംസ്കാരത്തെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ നമുക്ക് പിന്നീട് ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആരംഭം ഈ കനാനിൽ നിന്നാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഹാം ചെന്ന് തന്റെ സഹോദരന്മാരോട് വിവരം പറയുന്നതായി അവിടെ നാം വായിക്കുന്നു. തങ്ങളുടെ പിതാവ് അവിടെ വസ്ത്രം നീങ്ങി കിടക്കുന്നു എന്നുള്ള ആ ഒരു സംഭവം ഹാം ചെന്നിട്ട് ശേമിനോടും യാഫെത്തിനോടും അറിയിക്കുകയാണ്. ആ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു വിവരം കൊടുക്കുന്ന ഒരു പറച്ചിലായിട്ടല്ല എബ്രായ ഭാഷയിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില വ്യാഖ്യാതാക്കള് എബ്രായ ഭാഷയുടെ ആ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം പറയുന്നത് ഹി സെഡ് ഡിലൈറ്റ്ഫുള്ളി എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി ചെന്ന് ഈ ഹാം ശേമിനോടും യാഫെത്തിനോടും പറയണം, എടാ നമ്മുടെ അപ്പനവിടെ ഇതാ തുണിയില്ലാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പരിഹാസത്തിന്റെ ധ്വനിയുണ്ട്. തൻ്റെ പിതാവിനോടുള്ള യാതൊരു വിധത്തിലുള്ള ബഹുമാനമില്ലായ്മ അതിനകത്തുണ്ട്. നീതിമാനായ ദൈവത്തിൻ്റെ സ്നേഹിതനായ തൻ്റെ പിതാവായ ഈ നോഹയോട് യാതൊരു ബഹുമാനവുമില്ലാതെയാണ് തൻ്റെ സഹോദരന്മാരോട് പരിഹാസ രൂപേണ പോയി ഹാം അദ്ദേഹത്തിന് പറ്റിയ ആ തെറ്റിനെക്കുറിച്ച് വിവരിച്ചത് എന്ന് എബ്രായ ഭാഷയെക്കുറിച്ച് അറിയാവുന്നവർ പറയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്റെസ്പെക്റ്റ്, ഒരു ബഹുമാനമില്ലായ്മ ഹാമിൽ ഉണ്ടായിരുന്നു എന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഹാമിന്റെ ഈ മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് ശേമിനും യാഫത്തിനും ഉണ്ടായിരുന്നത്. 23-ാം അധ്യായത്തിൽ ഈ സംഭവം കേട്ട ഉടനെ അവർ ചെയ്ത കാര്യം എത്ര മാതൃകാപരമാണ്. അവരൊരു വസ്ത്രമെടുത്തു, അവർ തോളിലിട്ടിട്ട് പുറകോട്ട് ചെന്ന് നടന്നു എന്ന് പിതാവിൻ്റെ നഗ്നത മറയ്ക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബഹുമാനം, അങ്ങനെയുള്ള ഒരു മാന്യത ഈ ശേമിൻ്റെയും ഹാമിൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ. എന്നാൽ ഹാം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ കാര്യങ്ങൾ കാണുകയും അതിനെ മറ്റുള്ളവരോട് അറിയിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ടാകണം. അതിനെക്കുറിച്ചാണ് 24-ാമത്തെ വാക്യം സൂചന നൽകുന്നത്. നോഹ ലഹരി വിട്ട് ഉണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു എന്നാണ്. തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. ആരാണ് നോഹയുടെ ഇളയ മകൻ? നോഹയുടെ 3 മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ശേം, ഹാം, യാഫെത്ത് എന്ന ഓർഡറിലാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യാഫെത്തിന്റെ ചേട്ടനാണ് ശേം എന്ന് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹാം എന്ന് പറയുന്നത് നടുക്കത്തെ പുത്രനായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇളയ മകൻ എന്ന് പറയുന്നത് യാഫെത്താണ്. പക്ഷേ യാഫെത്ത് ഇവിടെ ഒരു മോശമായ കാര്യം ചെയ്തതായിട്ട് പറയുന്നുമില്ല. പിന്നെ ആരാണ് ഈ ഇളയ മകൻ? അതിനുശേഷമുള്ള പ്രയോഗം നോഹ കനാനെ ശപിക്കുന്നതാണ്. അപ്പം ഇത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ
നോഹയുടെ ഇളയ മകൻ എന്ന പ്രയോഗം കനാനിലേക്ക് വിരൽ ചൂണ്ടുന്നു. കനാൻ എങ്ങനെയാണ് ഇളയ മകനാകുന്നത് എന്ന് ചോദിച്ചാൽ, ഹാമിൻ്റെ 4 മക്കളിൽ ഇളയ മകനാണ് ഈ കനാൻ എന്ന് പറയുന്ന വ്യക്തി. ഉൽപ്പത്തി 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. അപ്പോൾ ഹാമിൻ്റെ മക്കളിൽ 4-ാമത്തവൻ, ഏറ്റവും ഇളയവനാണ് കനാൻ. എന്ന് പറഞ്ഞാൽ നോഹയുടെ കൊച്ചുമക്കളിൽ ഏറ്റവും ഇളയ വ്യക്തിയാണ് ഈ കനാൻ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. തൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ സന്താനം എന്ന നിലയിലായിരിക്കും ആ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കനാൻ എന്ന് പറയുന്ന ഈ കൊച്ചുമകൻ വളരെ മോശമായ മ്ലേച്ഛമായ ഒരു കാര്യം നോഹയോട് ചെയ്തു, വസ്ത്രം മാറിക്കിടന്ന നോഹയോട് ചെയ്തു എന്ന് നമുക്കവിടെ കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് മിക്കവാറും വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ കനാൻ ഒരു ഹോമോസെക്ഷൽ ആയിരുന്നു എന്നാണ്, സ്വവർഗരതിക്കാരനായിരുന്നു. അത്തരത്തിലൊരു പാപമാണ് കനാൻ തൻ്റെ വലിയപ്പനായ നോഹയോട് ചെയ്തത്. നോഹ അതിനെക്കുറിച്ച് അവെയർ അല്ലായിരുന്നു, അദ്ദേഹത്തിന് സുബോധമില്ലാതെ കിടക്കുന്ന ഒരു സമയത്താണ്. പക്ഷേ അത്തരത്തിലുള്ള മ്ലേച്ഛമായ ഒരു പ്രവൃത്തി ഈ കനാൻ എന്ന് പറയുന്ന ഇളയ മകൻ ചെയ്തു കാണുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ശാപം, അദ്ദേഹത്തിന് ഉണ്ടായ ശാപമൊക്കെ അതിനെ കുറിക്കുന്നതാണ്. ഇനി തുടർന്ന് നമ്മൾ ഈ കനാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ട ജനസമൂഹമായ കനാന്യരുടെ ജീവിത രീതി പരിശോധിക്കുമ്പോൾ, അവരുടെ സംസ്കാരം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനെ സാധൂകരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചരിത്രമാണ് അവർക്കുള്ളത്. സകല വിധത്തിലുള്ള മ്ലേച്ഛതകളും ഉള്ള ഒരു ജനവിഭാഗം. അവരാരാധിച്ചിരുന്ന പല ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവരൊക്കെ ഈ സെക്സ് ഗോഡ്സ് ആയിരുന്നു, ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള ദൈവസങ്കല്പങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം. മാത്രമല്ല ഈ കനാന്യരാണ് സോദോം ഗൊമേറ എന്ന ഭാഗത്ത് പിന്നീട് താമസമാക്കിയ ആളുകൾ. അവരിലെ ഒരു വിഭാഗമാണ് ഈ സോദോം ഗൊമോറയിൽ താമസിച്ചത്. അപ്പോൾ ഇങ്ങനെ കനാന്റെ സന്തതി പരമ്പരയിൽ നിന്ന് വന്ന മനുഷ്യരുടെ പിന്നീടുള്ള പ്രവർത്തികൾ നോക്കിയാൽ അവരിത്തരത്തിൽ മ്ലേച്ഛകരമായ ലൈംഗിക പാപങ്ങളും വൈകൃതങ്ങളും നിറഞ്ഞ ഒരു ജനസമൂഹമായിരുന്നു എന്നത് വളരെ തെളിവായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നും തുടങ്ങി എന്ന് ചോദിച്ചാൽ അവരുടെ ഈ പിതാവായ ഹാമിൻ്റെ മകനായ കനാനിൽ നിന്ന് തുടങ്ങിയ ഒരു ജീവിതത്തിലെ ഒരു വൈകൃതമാണിത്, അല്ലെങ്കിൽ ഒരു പ്രകൃതമാണ്, പാപരീതിയാണിത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ പാപങ്ങൾ ഈ കനാന്യ ജനത തുടർന്നു വരികയാണ്. ഇങ്ങനെ പാപം പെരുകിയ ഒരു സാഹചര്യത്തിലാണ് ദൈവം കനാൻ എന്ന് പറയുന്ന ദേശം അബ്രാഹാമിന് കൊടുക്കുമ്പോൾ ഈ കനാന്യരെയൊക്കെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് തൻ്റെ ജനമായ ഇസ്രായേലിനെ അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇളയ മകൻ ചെയ്തു എന്ന് നോഹ അറിഞ്ഞത് എങ്ങനെയാണെന്നൊരു ചോദ്യം കൂടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ലഹരി പിടിച്ച് ഒരുപക്ഷെ അബോധാവസ്ഥയിൽ ലഹരി പിടിച്ച് കിടന്ന നോഹ താൻ എഴുന്നേറ്റപ്പോൾ ഇത് അറിഞ്ഞു എന്നാണ്. എങ്ങനെയാണ് നോഹ ഇത് അറിഞ്ഞത്? ഒരു വെളിപ്പാടിലൂടെ അറിഞ്ഞു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ സ്വാഭാവികമായിട്ടും ഈ സംഭവത്തെക്കുറിച്ച് ശേമും യാഫത്തും ഒക്കെ പറഞ്ഞുള്ള അറിവ് നോഹയ്ക്ക് കിട്ടിക്കാണാൻ സാധ്യതയുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നോഹ അറിഞ്ഞു കാണും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്നാണ് ഈ കനാൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവ് നോഹയ്ക്ക് കിട്ടിയത് എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ യോജിച്ചു പോകുന്ന കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം പാപത്തെ ശിക്ഷിച്ച ഒരു സംഭവമാണ് പ്രളയത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പാപം ചെയ്തുകൊണ്ടിരുന്ന, പാപത്തിൽ തുടർന്നിരുന്ന ആ മനുഷ്യരെ മുഴുവനും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയിട്ട് നീതിമാനായ നോഹയെയും കുടുംബത്തെയും ദൈവം ആ പ്രളയത്തിലൂടെ ഇപ്പുറ കടത്തി അവരിലൂടെ ദൈവത്തിൻ്റെ പരിപാടി ആരംഭിക്കുന്നു. പക്ഷേ ഈ നീതിമാന്മാരായ മനുഷ്യർ, അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലും പാപം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളാണിവർ. ആ പെട്ടകത്തിലൂടെ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ ആ രക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ വിത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ആ ഉള്ളിലുണ്ടായിരുന്ന പാപമാണ് പ്രവർത്തികളിലൂടെ പുറത്തേക്ക് ഒഴുകുവാനിടയായത്. പിന്നീടുള്ള ലോകത്തിൽ, അതായത് ദൈവം പാപികളായ മനുഷ്യരെ മുഴുവൻ തുടച്ചു മാറ്റിയിട്ടും പിന്നീടുള്ള ലോകത്തിൽ എങ്ങനെ പാപം പടർന്നു, പിന്നീട് പാപം എങ്ങനെ പെരുകി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്: രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പാപ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല, പാപപ്രകൃതത്തിന് മാറ്റം വരുന്നില്ല. പാപത്തിൻ്റെ കുറ്റമാണ് ദൈവം മാറ്റിക്കളയുന്നത്. യേശുക്രിസ്തുവിൽ പാപത്തിൻ്റെ കുറ്റമാണ് അവിടെ മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഈ കുടുംബത്തിൽ അതുകൊണ്ട്
രക്ഷ പ്രാപിച്ച ഈ കുടുംബത്തിലും നീതിമാന്മാരുടെ ഈ കുടുംബത്തിലും പാപത്തിൻ്റെ കറുത്ത പൊട്ടുകൾ നമുക്ക് കാണാം. പാപത്തിൻ്റെ മ്ലേച്ഛമായിട്ടുള്ള ചില രൂപങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പഠനവും നമുക്കിവിടെ അവസാനിപ്പിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.